1 മില്യൺ സന്ദർശകരാണ് ഓരോ വർഷവും ഇവിടെ സന്ദർശിക്കുന്നത്. ഇസ്കോൺ ടെമ്പിളിനെ കുറിച്ച് ആരും പറഞ്ഞു തരാത്ത രഹസ്യങ്ങൾ ടീച്ചറമ്മ പറഞ്ഞു തരാട്ടോ. ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഒരുപാട് സ്ഥലങ്ങളും അതുപോലെ ഒരുപാട് സ്പെഷ്യൽ ഫുഡും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പൊറോട്ട എടുത്തിട്ടുണ്ട്, പിന്നെ 2 ബോയിൽഡ് എഗ്ഗ്, പിന്നെ ഉള്ളത് പ്ലെയിൻ ദോശയുണ്ട്. പ്ലെയിൻ ദോശ വേണം, നമ്മൾ സ്ഥിരം കഴിക്കുന്ന വേണ്ട, അല്ലാത്ത കാര്യങ്ങൾ എടുക്കാം. ഇത്രയും ഫുഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഏതോ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് കണ്ടു, ടീച്ചർ ഏത് ഫുഡ് കഴിച്ചാലും അത് സൂപ്പറാണെന്നേ പറയുമെന്ന്. അങ്ങനെയല്ല മക്കളെ, നല്ല ഫുഡാണെങ്കിൽ മാത്രമേ ഞാൻ കൊള്ളാമെന്ന് പറയുള്ളൂ കേട്ടോ. ഫുഡ് കൊള്ളത്തില്ലെങ്കിൽ ഞാൻ പറയും ഫുഡ് അത്ര ശരിയായില്ല എന്ന് തന്നെ പറയും കേട്ടോ. ഓക്കേ, ഇനി നമുക്ക് കറങ്ങാൻ പോവാം. ദേ ഇവിടെ അച്ഛനും മക്കളും ഓല ക്യാബ് ബുക്ക് ചെയ്യുകയാണ് കേട്ടോ. പോകാനുള്ള ഓല ടാക്സി എത്തിയിട്ടുണ്ട്. കാറിലേക്ക് കയറാം. എങ്ങോട്ടാണ് ഇന്നത്തെ ആദ്യത്തെ ജേണി? ഹായ്, ആദ്യം ഇൻഡസ്ട്രിയൽ മ്യൂസിയം. ഇവിടുത്തെ ഒരു 10 മിനിറ്റത്തെ ജേണിയുണ്ട്. ഓക്കെ. വിശ്വേശ്വരയ്യ മ്യൂസിയത്തിന്റെ ആരും പറയാത്ത രഹസ്യങ്ങൾ ടീച്ചർമ്മ പറഞ്ഞുതരാം. ഹായ് ഡിയേഴ്സ്, അങ്ങനെ നമ്മൾ വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ മ്യൂസിയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കണ്ണമോൻ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കാനായിട്ട് മുന്നേ പോകുന്നുണ്ട്. നമുക്കും കൂടെ പോകാം, ചോദിച്ചു പോകാം. ബാംഗ്ലൂർ ട്രിപ്പ് എങ്ങനെയുണ്ട് ടീച്ചർമ്മയെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ബാംഗ്ലൂർ ട്രിപ്പ് അടിപൊളിയാണ്, സൂപ്പറാണ് കേട്ടോ. നിങ്ങൾ ലൈഫിലൊരു പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ. അപ്പോൾ എല്ലാവരും വിഷ്വലൈസ് ചെയ്യണം, എല്ലാവരും തീർച്ചയായിട്ടും ഇവിടെ എത്തുകയും വേണം കേട്ടോ. വെൽക്കം ടു വൺ ഓഫ് ദ കൂളസ്റ്റ് പ്ലേസസ് ഇൻ ബാംഗ്ലൂർ, ദ വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം. നിങ്ങൾ സയൻസും ഇന്നൊവേഷനും അതുപോലെ മൈൻഡ് ബ്ലോയിങ് എക്സ്പെരിമെൻസും ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഈ സ്ഥലം നിങ്ങളെ അമേസ് ചെയ്യിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടോ. ഈ മ്യൂസിയത്തിനുള്ളിലെ വേറിട്ട കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ കാണുന്നതാണ് സർ എം വിശ്വേശ്വരയ്യ, ഇന്ത്യയുടെ ലെജൻഡറി എഞ്ചിനീയർ. ഇദ്ദേഹം ഭാരതരത്ന അവാർഡ് നേടിയിട്ടുള്ള വ്യക്തിയാണ്. കയറി വരുമ്പോൾ തന്നെ ഒരു ദിനോസർ, വലിയൊരു ഭീമാകാരനായ ഒരു ദിനോസറെ കാണാം. റൈറ്റ് ബ്രദേഴ്സ് നിർമ്മിച്ച ആദ്യത്തെ ഫ്ലൈറ്റിൻ്റെ ഒരു മാതൃക റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. അമേസിങ് അല്ലേ? നിങ്ങൾക്കറിയാമോ, ഓരോ വർഷവും 1 മില്യൺ വിസിറ്റേഴ്സാണ് ഇവിടെ സന്ദർശിക്കുന്നത്. ഇവിടെ നോക്കൂ, ഫിസിക്സിലെ പല തത്വങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന പല കാര്യങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ടൊർണാഡോസ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഗ്രാവിറ്റിയെ ചലഞ്ച് ചെയ്യാൻ പറ്റും. ഇത് കിഡ്സിനും സ്റ്റുഡൻസിനും അതുപോലെ തന്നെ സയൻസിന് ഇഷ്ടപ്പെടുന്ന മുതിർന്നവർക്കും വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിയം ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടോ. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ISROയുടെ സാറ്റലൈറ്റ് മോഡൽസ് കാണാം, സ്പേസ് സ്യൂട്ട് കാണാം, അതുപോലെ തന്നെ ഇൻറ്ററാക്റ്റീവ് റോക്കറ്റ് മോഡൽസ് ഒക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ആയിട്ടുള്ള ആര്യഭട്ട നിർമ്മിച്ചത് ബാംഗ്ലൂർ ആയിരുന്നു. നിങ്ങൾക്ക് സ്പേസിൽ പോകാൻ ഒരവസരം കിട്ടിയാൽ നിങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? കമൻറ്റ് ചെയ്യണേ. മിക്കവരും ശ്രദ്ധിക്കാത്തൊരു ഏരിയയാണ് വെർച്വൽ റിയാലിറ്റി സോൺ. ഇവിടെ നമുക്ക് ഒരു പൈലറ്റിൻ്റെ എക്സ്പീരിയൻസ് അനുഭവിക്കാനായിട്ട് പറ്റും, അതുപോലെ തന്നെ മൂണിലൂടെ നടക്കാൻ പറ്റും, അതുപോലെ ടൈം ട്രാവൽ ചെയ്യാനൊക്കെ പറ്റുന്ന വെർച്വൽ റിയാലിറ്റി സോൺ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ ഈ വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസിൻ്റെ ടിക്കറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം, കാരണം അതിൻ്റെ സ്ലോട്ട് പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നതാണ് കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നത് ചന്ദ്രയാൻ 3യുടെ മോഡലാണ്. ഞങ്ങളിങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടു നടക്കുകയാണ്. ഇത് ആനിമൽ പവറിനെ കുറിച്ചുള്ളതാണ് കേട്ടോ. ബാംഗ്ലൂരിൽ ഭയങ്കര ചൂടാണ് എന്ന് ബാംഗ്ലൂരുള്ളവർ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഇത്രയും വലിയ ചൂടിൽ നിന്ന് അവിടേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അവിടുത്തെ ചൂടൊന്നും വലിയ എഫക്റ്റായിട്ട് തോന്നില്ല കേട്ടോ. അപ്പോൾ നാട്ടിലാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് വിയർത്തൊഴിവില്ലേ, അത്രയും വലിയ ചൂടും കാര്യങ്ങളൊന്നും ബാംഗ്ലൂരിലില്ല കേട്ടോ. അവിടെ ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. 1 മണിക്കുള്ള ക്ലാസ് എടുക്കണം, അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോവാണ് കേട്ടോ.
നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ കരിമ്പിൻ ജ്യൂസ് വിൽക്കുന്ന ഒരു കടയിലെത്തി കരിമ്പിൻ ജ്യൂസ് ഓർഡർ ചെയ്തു. അത് കുടിച്ചു. നല്ല ആശ്വാസം കിട്ടി. കരിമ്പിൻ ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കോ? ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ 1 PM ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി. അങ്ങനെ നമ്മുടെ വിശ്വേശ്വരയ്യ മ്യൂസിയത്തിൻ്റെ ആ ഒരു ഏരിയയിൽ തന്നെ ഇരുന്ന് ഞാൻ ക്ലാസ് എടുക്കുകയാണ് കേട്ടോ, ഓരോ നിമിഷത്തെയും ആസ്വദിച്ചുകൊണ്ട്. മുൻപ് കാലങ്ങളിൽ ഗുരുകുല വിദ്യാഭ്യാസം നടന്നിരുന്നത് പുറത്ത് കാട്ടിലും മേട്ടിലൊക്കെ വെച്ചായിരുന്നു. അതുപോലെ ഇന്ന് അവിടെ ഇവിടെ ഒരു ടീച്ചർ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് മരത്തിൻ്റെ കീഴിൽ. മരത്തടലിരുന്ന് പണ്ട് ഗുരുകുല സമയത്ത് മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് ഗുരു ക്ലാസ് എടുക്കില്ലേ, അതുപോലെ ബാംഗ്ലൂരിലെ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ക്ലാസ് എടുക്കുന്ന ടീച്ചർ. ഹായ് ഡിയേഴ്സ്, ഞാനിപ്പോൾ ഇവിടെ ഈ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് പിന്നെ ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പോൾ സ്റ്റുഡൻസ് പറഞ്ഞു, ടീച്ചറമ്മയുടെ വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ വീഡിയോയിലൊക്കെ ടീച്ചറമ്മ ഒരു ചെറിയ കുഞ്ഞിനെ പോലെ ഇങ്ങനെ തുള്ളിച്ചാടി ലൈഫ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ടീച്ചറമ്മ അത് ചെയ്യുന്ന കാണുമ്പോൾ ഞങ്ങളും അതുപോലെ ലൈഫ് ഇപ്പോൾ നല്ല ചിൽപ്പില്ലായിട്ട് എൻജോയ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെയൊക്കെ ഒരുപാട് പേരിങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്, ഇവളെന്തായി ചെയ്യുന്നതെന്നൊക്കെ അറിയാം. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ പബ്ലിക് പ്ലേസിൽ ഉത്സവ പറമ്പിലൊക്കെ പോയിട്ട് എനിക്ക് ഡാൻസ് ചെയ്യണമെന്ന് ഞാൻ നന്നായിട്ട് ഡാൻസ് ചെയ്യും കേട്ടോ. ഞാൻ ഒരിക്കലും ബോധമല്ല ആളുകൾ എന്നെക്കുറിച്ച് എന്ത് പറയും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ഞാൻ അതിലേക്കൊന്നും ഫോക്കസ് കൊടുക്കാറേയില്ല. ഐ ആം സെലിബ്രേറ്റിംഗ് മൈ ലൈഫ്, ഐ ആം എൻജോയിങ് മൈ ലൈഫ്. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നതിനെക്കുറിച്ച് ഞാൻ ബോധേഡയല്ല. ഇതുപോലെ ടീച്ചറമ്മ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മാക്സിമം സെലിബ്രേറ്റ് ചെയ്യുക, മാക്സിമം എൻജോയ് ചെയ്യുക. നമ്മൾ ഈ ഭൂമിയിൽ ഇനി എത്ര ദിവസം ഉണ്ടെന്ന് നമുക്കറിയില്ല. ഉള്ള ദിവസം എൻജോയ് ചെയ്ത് തകർത്ത് തിമിർത്ത് നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകണം. നാളെ ഒരു ദിവസം യമരാജൻ വന്ന് നിൽക്കുക, സുജാ ബാബുവാ, അയ്യോ യുവരാജ ഞാൻ എൻ്റെ ലൈഫ് ആസ്വദിച്ചില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വരരുത്. ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ജീവിച്ചു, ഞാൻ സന്തോഷത്തോടെ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്തു എന്നുള്ള ആ ഒരു സന്തോഷത്തോടെ സാറ്റിസ്ഫാക്ഷനോടെ വേണം നമുക്ക് എല്ലാവർക്കും പോകാനായിട്ട്. അതുകൊണ്ട് മാക്സിമം എൻജോയ് ആൻഡ് സെലിബ്രേറ്റ് യുവർ ലൈഫ് ഡിയേഴ്സ്. ഇൻഡസ്ട്രിയൽ മ്യൂസിയത്തിലെ കാഴ്ചകളെ കണ്ട് കണ്ണനും അമലും കൂടെ വെളിയിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെളിയിറങ്ങിയായിരുന്നു. സൂപ്പറായിരുന്നു. നിങ്ങൾ മിസ് ചെയ്ത്, നിങ്ങൾ ക്ലാസ് മിസ്സായി. പക്ഷേ പല വെറൈറ്റി, ബയോളജി ആയാലും അങ്ങനെ ഫിസിക്സ് ആയാലും പല സയൻസ് ആയാലും സ്പേസ് ആയിട്ടുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. പല ടൈപ്പ് സ്പേസിൻ്റെ ആയാലും സ്പേസ് ഷട്ടിലും മിസൈലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 3D ഷോ സൂപ്പറായിരുന്നു. 3D ഷോ കുഴപ്പമില്ലായിരുന്നു, ഭയങ്കര അടിപൊളിയല്ലായിരുന്നു. ഇൻവിസിബിൾ ആവുന്ന ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നു. അത് കൊള്ളാം. തല മാത്രം വെളിയിൽ കാണുന്ന മിറർ ടെക്നിക്ക് കൊള്ളാം. ഓക്കെ. ഉച്ച സമയത്തും ബാംഗ്ലൂർ നല്ല തിരക്കാണ്. MG റോഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ നമ്മൾ MG റോഡ് മെട്രോ സ്റ്റേഷനിൽ കയറാൻ പോവുകയാണ്. നല്ല തിരക്കുണ്ട് ക്രോസ് ചെയ്യാൻ. ആദ്യം പോയി ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് കൗണ്ടറിൽ എത്തി, ഇനി ടിക്കറ്റ് എടുക്കാം. മെട്രോ എത്തി. നമുക്കിനി മെട്രോ ട്രെയിനിനുള്ളിലേക്ക് കയറിയാലോ? നിങ്ങൾ മെട്രോയിൽ യാത്ര ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റിൽ ഇടണേ. ട്രെയിനിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നുവെങ്കിലും എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടി കേട്ടോ. അങ്ങനെ നമ്മൾ മെട്രോയിൽ നിന്ന് ഇറങ്ങി നമുക്കിനി പോകേണ്ടത് ഇസ്കോൺ ടെമ്പിളിലേക്കാണ്. ഒരു ട്രെയിൻ വന്ന് നിന്ന് കഴിയുമ്പോൾ അവിടെ ആകെ പൂരപ്പറമ്പായി മാറും. എന്തൊരു തിരക്കാ ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഓട്ടോയിൽ കയറുന്നു. നമ്മൾ ഇസ്കോൺ ടെമ്പിളിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ചെറിയ കയറ്റമുണ്ട്, കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്കോൺ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലെത്തി. നമ്മൾ വളരെ ഡിവൈനായിട്ടുള്ള ഒരു പ്ലേസിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ ലൈറ്ററായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് ടീച്ചറമ്മ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇസ്കോൺ ടെമ്പിളിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
ഇസ്കോൺ ടെമ്പിളിൽ ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് സ്റ്റുഡൻസിന് വന്ന് ടീച്ചറമ്മയെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ദേ ഒരു സ്റ്റുഡൻറ്റ് ഓടി വന്നു. ഇതാണ് സലില മാം. ഓടി വന്നിട്ട് എനിക്കും മക്കൾക്കും ഒക്കെ ഗിഫ്റ്റ് തന്നു. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ കണ്ണനോടും അമലുവിനോടും ഒക്കെ കണ്ണമോനെ അമലുക്കുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും എന്താ പറയുക, നമ്മുടെ വീട്ടിലുള്ള മക്കളോട് സംസാരിക്കുന്ന ആ ഒരു ഫ്രണ്ട്ലിനെസ്സോട് കൂടി ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ശരിക്കും എൻ്റെ മക്കളെ അത്രയും നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ചാനൽ വ്ളോഗൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഇത്രയും സ്റ്റുഡൻസിന് നമ്മുടെ ഒരു ഫാമിലി ആയിട്ടുള്ള ആ ഒരു ഫീലിംഗ്, ആ ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ ഗ്രീൻ കളർ ഡ്രസ്സ് ഇട്ടേക്കുന്ന ഉഷ മാം ആണ് കേട്ടോ. ഇപ്പോൾ സലില മാം എൻ്റെ ഡ്രസ്സിൻ്റെ അളവെടുക്കുകയാണ് ചെയ്തത്. എനിക്ക് ബ്ലൗസ് തയ്ച്ച് അയച്ചു തരാമെന്നാണ് ആള് പറഞ്ഞേക്കുന്നത്. മോഡേൺ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസിന്റെ ഒരു മിക്സ് ആണ് ഇസ്കോൺ ടെമ്പിൾ. ഇതാണ് ഇതിനെ യുണീക്ക് ആക്കുന്നത്. ഇവിടുത്തെ പവർഫുൾ ആരതീസ് വളരെ ഫേമസ് ആണ്. എല്ലാ സായന്തനങ്ങളിലും 100 കണക്കിന് ഡിവോട്ടീസ് ആണ് ഇവിടം സന്ദർശിക്കുന്നത്. മിക്ക വിസിറ്റേഴ്സും മിസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇവിടുത്തെ മെഡിറ്റേഷൻ ഏരിയ. ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്കോൺ ടെമ്പിളുകളിൽ ഒന്നാണ് ബാംഗ്ലൂരിലുള്ള ഈ ഇസ്കോൺ ടെമ്പിൾ. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും വലിയ ഭഗവത്ഗീത അതും ഗോൾഡൻ ലെറ്റേഴ്സിൽ എഴുതിയത് ഉള്ളത് ഈ ഇസ്കോൺ ടെമ്പിളിലാണ് കേട്ടോ. ഈ ടെമ്പിളിൽ ദിവസവും ആയിരക്കണക്കിന് ഡിവോട്ടീസിന് ഫ്രീ പ്രസാദം കൊടുക്കുന്നുണ്ട്. ഉഷാമാമും ഹസ്ബൻഡും അമ്പലം മുഴുവൻ ചുറ്റി നടന്ന് ഞങ്ങളെ കാണിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ചർച്ച് സ്ട്രീറ്റിലെത്തിയിരിക്കുന്നു. നല്ല ചിക്കൻ ബിരിയാണി കിട്ടുന്ന നല്ല ഹോട്ടൽ നോക്കി പോകാം. ഇതൊക്കെ ഉണ്ടാക്കുന്ന ഷോപ്പുകളും ബേക്കറീസൊക്കെയാണ് ഇവിടെ ഉള്ളത്. നല്ല തിരക്കുണ്ട്. ഇവിടെ ബേക്കറി ആണ്, ഇവിടെ ചിക്കൻ ബിരിയാണി ഇല്ല. ബാംഗ്ലൂർ വന്നതിന് ശേഷം ബിരിയാണി കഴിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല കേട്ടോ. ഓരോ ദിവസം ഓരോ വെറൈറ്റി ബിരിയാണിയാണ് നമ്മൾ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോട്ടൽ ആരാധ്യ ബിരിയാണി ഹൗസ്. ഇന്ന് നമുക്ക് ഏതെങ്കിലും ഒരു വെറൈറ്റി ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാം. വായോ. ഓർഡർ എടുക്കാൻ വന്നു. ഇന്നത്തെ സ്പെഷ്യൽ ഹൈദരാബാദി ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ ഹൈദരാബാദി ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ തായ്പായ് ചിക്കൻ ഫ്രൈ, അതൊരു സ്പെഷ്യൽ ഐറ്റം ആണെന്നാണ് പറഞ്ഞത്. എന്തായാലും കഴിച്ചു നോക്കാം. നമ്മുടെ ഹൈദരാബാദ് ബിരിയാണി എത്തിയിരിക്കുന്നു. ഡെക്കറേഷനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കേട്ടോ. ഇന്ന് നമ്മൾ ഹൈദരാബാദി ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ബിരിയാണി എത്തിയിട്ടുണ്ട്. നല്ല നമുക്ക് ഓരോ ദിവസം ഓരോ ബിരിയാണി എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. അതെ അതെ അതെ, ഇത് നല്ല കണ്ടന്റുള്ള ബിരിയാണിയാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ തായ്പായ് ചിക്കൻ എത്തിയിരിക്കുന്നു. ഓക്കെ ഓക്കെ, സൂപ്പർ സൂപ്പർ. നല്ല ചൂടാണ് കേട്ടോ ബിരിയാണി. ടേസ്റ്റ് കൊള്ളാം. ഇന്നലെ കഴിച്ച ബിരിയാണി വെല്ലാനില്ല, പക്ഷേ ഇത് കൊള്ളാം. ഇനി നമുക്ക് റൂമിൽ ചെന്നിട്ട് ക്ലാസ്സൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ക്ലാസ്സൊക്കെ എടുക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ പോകുന്നത്. എനിക്ക് ക്ലാസ്സുകൾ എടുക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. കാര്യം കോച്ചിങ് എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ്. ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്. ടാറ്റ ബൈ ബൈ, ലവ് യു.